പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ളോഗാണ്. ഞങ്ങളൊരു ചായ കുടിക്കാൻ പോവാണ്. ചായ കുടിക്കാൻ ഞങ്ങളുടെ ഇവിടെ ഞാനിപ്പോൾ ആലുവയിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെ ഒരു നല്ല ഒരു ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് എൻ്റെ പേര് ഓർക്കുന്നില്ല. ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. നമുക്ക് പുറത്തൊക്കെ, അതായത് ഔട്ട്ഡോറിൽ ഇരുന്ന് കഴിക്കാൻ പറ്റിയ നല്ല ആംബിയൻസ് ഉള്ള ഒരു നല്ല അറ്റ്മോസ്ഫിയർ ഉള്ളൊരു ചെറിയൊരു കോഫി ഷോപ്പാണത്. അധികം നാളായില്ല തുടങ്ങിയിട്ട്. ഞങ്ങൾ കുറേ പ്രാവശ്യം പോയി. എനിക്കിവിടെ വന്നപ്പോൾ അവിടെ പോകാനൊരു കൊതി. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞപ്പോൾ നമുക്ക് വൈകിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ വൈകിട്ട് പോകാൻ ഞാൻ യാത്ര ആയി. ഇവളെ യാത്ര ആക്കണം, ഇനി അവനെ യാത്ര ആക്കണം. ചേട്ടൻ വിളിക്കാൻ പോയേക്കാം. അപ്പോൾ കുഞ്ഞി വ്ളോഗും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. മെയിനായിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ടാണ്. എനിക്കങ്ങനെ പുറത്ത് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന ആംബിയൻസിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഇതാണത്. അപ്പം അങ്ങനെ ഭയങ്കര ഒരു ആഗ്രഹം തോന്നി. 3 പ്രാവശ്യം ഞങ്ങൾ പോയിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ഹായ് ടാറ്റ നിമിഷം. ടാറ്റ അവിടെ ടാറ്റ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി. തൊട്ടടുത്ത് തന്നെയാണ് ഈ ഷോപ്പ്. കടയുടെ പേരറിയാം കേട്ടോ, കടയുടെ പേര് ഓർമ്മയില്ല. വീഡിയോയില് പേര് നോക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരു കസിൻ്റെ വീട് വരെ പോകണം. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോകും. നിഷേ ചായ കുടിക്കാൻ പോയതാന്ന് തോന്നുന്നു. അപ്പ പോയോ? പിന്നെ താഴത്തേക്ക് ഇറങ്ങി, നേരത്തെ താഴത്തേക്ക് ഇറങ്ങി ആരുണ്ടായില്ല. അമ്മ സ്ഥലം എത്തി. ഗിൽജീസ്. അത്യാവശ്യം ആൾക്കാരുണ്ട്. ഇരിക്കാൻ സീറ്റില്ലാന്ന് തോന്നണല്ലോ. മൈ ഗോഡ്, ഇരിക്കാൻ സീറ്റില്ലേ? ഈവനിങ് ആയതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. നല്ലൊരു ആംബിയൻസ്. ലാസ്റ്റ് സീറ്റ് 2 ടേബിൾ ഫ്രീ ഉണ്ട് ഗൈസ്. അവിടെ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ സ്ഥലത്തും. ഗൈസ് ചായയും ചട്ടിപ്പത്തിരിയാണ്. ഗൈസ് ഞങ്ങൾ ചായയും ചട്ടിപ്പത്തിരിയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ആ സാധനം കഴിക്കുന്നത് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു, ടേസ്റ്റ് ഉണ്ട്. ഞാൻ അതിൽ നിന്ന് കുറച്ച് നുള്ളി കുഞ്ഞിപ്പെണ്ണിന് വായിൽ വെച്ചെടുത്തു. കുഞ്ഞിപ്പെണ്ണിന് ഇങ്ങനെ വിശക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു. 2 പ്രാവശ്യം വായിൽ വെച്ചെടുത്തപ്പോൾ വായ തുറന്നു. പിന്നെ കൊടുത്തപ്പോൾ വേണ്ടാന്ന്. അവനും ആദ്യം കൊടുത്തപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു, പിന്നെ കൊടുത്തു കഴിഞ്ഞപ്പോൾ വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ 2 പ്രാവശ്യം വായിൽ വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അത് ചേട്ടൻ കഴിച്ചു. ഞങ്ങൾ പിന്നെ അവൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അവിടെ ഐസ്ക്രീമിൻ്റെ ബോക്സ് ഇരിക്കുന്നത് അവൻ കണ്ടു. അപ്പോൾ അതിന് ബഹളം വെച്ചു. അങ്ങനെ അവൻ ഐസ്ക്രീം ഒരെണ്ണം മേടിച്ചു. അപ്പം ഞാൻ പയ്യെ ഇങ്ങനെ നടന്ന് നീങ്ങി. ഇപ്പോൾ വീഡിയോ ശരിക്കും എടുക്കാൻ പറ്റാത്തത് കുഞ്ഞു കയ്യിലിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വീഡിയോ ഓണാക്കിയിട്ട് ഫോൺ കൈ പിടിച്ചത്. അങ്ങനെ ചെറുതായിട്ടേ വീഡിയോ കിട്ടിയിട്ടുള്ളൂ. ഇവിടെ അത്യാവശ്യം ഈവനിങ് ടൈമിൽ ഇങ്ങനെ ആൾക്കാർ ഒത്തിരി പേര് വരുന്നുണ്ട്. പല പല വെറൈറ്റി സ്നാക്സും പിന്നെ കൂൾ ഡ്രിങ്ക്സൊക്കെ ഉണ്ട്. ഞാൻ വീഡിയോ എടുക്കാനാ പറയാം. വീഡിയോ എനിക്കെടുക്കാൻ. ഗൈസ് ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചതേ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. കുഞ്ഞുവിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ചെറിയ കപ്പ് ഐസ്ക്രീം മേടിച്ചു. ഞാൻ ബഹളം വെക്കുന്നുണ്ടെന്ന്. ഇനിയിപ്പോൾ മേമയുടെ വീട് വരെ പോകാനൊരു തൊട്ടടുത്ത് തന്നെ മേമയുടെ വീട്. അവിടെ കൂടി കയറി അവരെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകും. കുഞ്ഞിപ്പെണ്ണ് ഇപ്പോൾ ചേട്ടൻ്റെ കയ്യിലേക്ക് കൊടുത്തു. കാരണം എനിക്ക് അവന് ഐസ്ക്രീം കൊടുക്കണമെങ്കിൽ കയ്യിലേക്ക് പറ്റില്ലേ. അപ്പോൾ അവൾ ഐസ്ക്രീം ചേട്ടൻ്റെ വീട്ടിൽ കൊടുക്കും. തരാം.
കുഞ്ഞൂസിന്റെ ഭാഷയാണ്, നമുക്കൊന്നും മനസ്സിലാവില്ല. ആരുടെ? കുഞ്ഞൂസിന്റെ ഭാഷയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ജർമ്മനിയിൽ നിന്ന് ആളവിടെ തന്നെ വരും, ഞങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. മേമയുടെ വീടെത്തി, ഞാൻ ഇറങ്ങി, അവരിറങ്ങി. ചേട്ടനോട് വണ്ടിയിലിരിക്കുകയാണ്. ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. ആ കാണുന്ന ഗേറ്റ് ബ്ലൂ കളറിലെ ലൈറ്റ്, പക്ഷേ ഗേറ്റ് കാണുന്നതാണ് മേമയുടെ വീട് കേട്ടോ. ബെല്ലടിച്ചിട്ടുണ്ട് ഗൈസ്. ആരോ ഇത് ഇവിടുത്തെ പപ്പയുടെ അനിയൻ്റെ വീടാണ്. അനിയൻ്റെ ഭാര്യ, മോനും മരുമോളും കുട്ടിയാണ്ടത്. ഹലോ ഗേസ്, ഞങ്ങളങ്ങനെ മേമയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചു. സമയം 8:30 കഴിഞ്ഞു. ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ ഈവനിങ് വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.